വയറിലെ ക്യാൻസറും മലാശയത്തിലെ ക്യാൻസറും ഇന്ന് വളരെയധികം കൂടി വരുന്നുണ്ട്. പലപ്പോഴും ഇതിൻ്റെ രോഗലക്ഷണങ്ങൾ തിരിച്ചറിയാതെ ഈ ഒരു ക്യാൻസർ മൂർച്ഛിച്ച് മറ്റു അവയവങ്ങളിലേക്കൊക്കെ ബാധിച്ചതിന് ശേഷമായിരിക്കും പലപ്പോഴും തിരിച്ചറിയുക, അല്ലെങ്കിൽ ഒരു ചികിത്സ ആരംഭിക്കുക എന്നുള്ളതാണ് പലപ്പോഴും കണ്ടുവരാറുള്ളത്. അപ്പോൾ ഇത്തരം രോഗലക്ഷണങ്ങളൊക്കെ നേരത്തെ തിരിച്ചറിയുക എന്നുള്ളത് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒന്നാണ്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് വയറിലെ ക്യാൻസറും അതുപോലെ മലാശയ ക്യാൻസറും ഒക്കെ നേരത്തെ തിരിച്ചറിയാൻ നമ്മുടെ ശരീരം ആദ്യം കാണിക്കുന്ന 10 ലക്ഷണങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. ഞാൻ ഡോക്ടർ മുഹമ്മദ് അസ്ലം, മെഡിക്കെയർ ഹോമിയോപ്പതിക് സ്പെഷ്യാലിറ്റി മെഡിക്കൽ സെൻറ്റർ വാണിയമ്പലം ചീഫ് കൺസൾട്ടൻറ്റും മെഡിസിനൽ ഹോമിയോപ്പതി പെരിന്തൽമണ്ണ വിസിറ്റിംഗ് കൺസൾട്ടൻറ്റുമാണ്. മലാശയ ക്യാൻസറും അതുപോലെ തന്നെ വയറിലെ ക്യാൻസറും ഇന്ന് കൂടി വരുന്നത് തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ലക്ഷണങ്ങൾ പലപ്പോഴും നമ്മൾ തിരിച്ചറിയാറില്ല എന്നുള്ളതാണ്. അതിലേറ്റവും പ്രധാനമായിട്ടുള്ള ഒന്നാമത്തെ ഒരു ലക്ഷണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന അകാരണമായിട്ടുള്ള വെയിറ്റ് ലോസ്. നമ്മൾ ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചിട്ടും ശരീരത്തിൽ കാണുന്നില്ല. പെട്ടെന്ന് തന്നെ നമ്മുടെ ശരീരം മെലിഞ്ഞു പോകുന്നു, അല്ലെങ്കിൽ ഉണങ്ങിപ്പോകുന്ന ഫീല്. അല്ലെങ്കിൽ കാണുന്നവരൊക്കെ നമ്മളോട് ചോദിക്കുന്നു, എന്താണ് താനൊക്കെ വളരെ പെട്ടെന്ന് തന്നെ മെലിഞ്ഞിട്ടുണ്ടല്ലോ, അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖമുണ്ടോ എന്നുള്ളതൊക്കെ പലപ്പോഴും നമ്മളോട് ചോദിക്കാറുണ്ട്. അപ്പോൾ അത്തരം പല കാരണങ്ങളുണ്ടാവും. ഇപ്പോൾ ഡയബറ്റീസ് ഉള്ള ആളുകൾക്ക്, അല്ലെങ്കിൽ പെട്ടെന്നൊരു ഡയബറ്റീസ് ഡിറ്റക്ട് ചെയ്ത ആളുകളിൽ, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുന്നത് ഡയറ്റൊക്കെ എടുത്ത് കുറയ്ക്കുന്ന ആളുകളിലൊക്കെ കുറയാം. പക്ഷേ അതിലുപരിയായിട്ട് വളരെ ഡ്രാസ്റ്റിക് ആയിട്ട് വളരെ വേഗത്തിൽ തന്നെ വെയിറ്റ് ലൂസ് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ അത് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു ലക്ഷണമായിട്ട് നമുക്ക് കണക്കാക്കാവുന്നതാണ്. ഇനി രണ്ടാമതായിട്ട് നമ്മുടെ ദഹന പ്രശ്നങ്ങൾ, ശരീരത്തിലുണ്ടാകുന്ന അജീർണം, അല്ലെങ്കിൽ നമ്മുടെ ഗ്യാസ് എന്നൊക്കെ പറയുന്നത് വിട്ടുമാറാതെ ഈ ഗ്യാസ്ട്രിക് ഇഷ്യൂസ് നീണ്ടു നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ടെങ്കിൽ, നമ്മൾ പലപ്പോഴും ഗ്യാസിന് മരുന്ന് കഴിക്കുന്നു, കുറയുന്നില്ല, അല്ലെങ്കിൽ ഗ്യാസ് മരുന്ന് കഴിക്കുമ്പോൾ മാത്രം കുറയുന്നു, വീണ്ടും വീണ്ടും വരുന്നു. ഇതിനൊരു സ്ഥായിയായിട്ടൊരു പരിഹാരം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഇത് മറ്റു ഗ്യാസ്ട്രിക് അൾസറുമായിട്ടോ ഗ്യാസ്ട്രിക് ക്യാൻസറുമായിട്ടോ എന്തെങ്കിലും ബന്ധമുണ്ടോ, അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധമുണ്ടോ എന്നുള്ളത് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് അത് ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. ഗ്യാസ് മാറുന്നില്ല, അല്ലെങ്കിൽ പല ഭക്ഷണങ്ങളും നമ്മൾ ഒഴിവാക്കിയിട്ടും ഈ ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾ കുറയുന്നില്ല എന്നുണ്ടെങ്കിലൊക്കെ, അല്ലെങ്കിൽ ഇത് നീണ്ടു നിൽക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് അത് ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ ഇത് മൂന്നാമതായിട്ട് നമ്മുടെ മലത്തിലുണ്ടാകുന്ന ചേഞ്ചസ് ആണ്. മലത്തിലുണ്ടാകുന്ന ബ്ലഡ് പോകുന്നു, അല്ലെങ്കിൽ നമ്മളൊരു പൈൽസ് ആണെന്ന് തെറ്റിദ്ധരിച്ച് ചിലപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് മലത്തിൽ ബ്ലഡ് പോകുന്നു. പെയിൻലെസ് ആയിട്ടോ അല്ലെങ്കിൽ പെയിനോട് കൂടിയൊക്കെ പോവാം. ഈ രണ്ട് രീതിയിലും ചിലപ്പോൾ വരാം. അതുപോലെ തന്നെ വയറിന് കൃത്യമായിട്ടുള്ള അസ്വസ്ഥതകൾ കാണിക്കാം. മലം ഭയങ്കര കോൺസ്റ്റിപ്പേറ്റഡ് മലബന്ധം വരികയും ചിലപ്പോൾ ബ്ലീഡ് ചെയ്യുന്ന അവസ്ഥയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇത് മലാശയ ക്യാൻസറോ അല്ലെങ്കിൽ ഗ്യാസ്ട്രിക് ക്യാൻസറോ അല്ലെങ്കിൽ വയറിലെ ക്യാൻസറോ ആയിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ, അതാണോ എന്നുള്ളത് നമ്മളൊന്ന് പരിശോധിക്കപ്പെടേണ്ടതാണ്. ഇതിൻ്റെ പരിശോധനകളും ബാക്കി ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ തുടർന്ന് ഞാൻ പറയാം, എന്തൊക്കെ ടെസ്റ്റുകളാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളത്. ഇനി അതോടൊപ്പം തന്നെ നമ്മുടെ മലത്തിലുണ്ടാകുന്ന ചേഞ്ചസിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ മലം വളരെ തിന്നായിട്ട് നേർത്ത് പോകുന്ന അവസ്ഥ, പെൻസിൽ പോലെ പോകുന്നു. ചില ക്യാൻസർ രോഗികൾ പറയാറുണ്ട്, മലം എത്ര നമ്മൾ മുക്കി മലം പോകുമ്പോഴും വളരെ നേർത്തായിട്ട് ഒരു പെൻസിൽ പോലെ മാത്രമേ മലം പുറത്തേക്ക് പോകുന്നുള്ളൂ, തീരെ മലം പുറത്തേക്ക് വരുന്നില്ല എന്നുള്ളതൊക്കെ പറയാറുണ്ട്. ഇതും ചിലപ്പോൾ ഒരു മലാശയ ക്യാൻസറിൻ്റെയൊക്കെ ഒരു ലക്ഷണങ്ങളായിരിക്കാം. പിന്നീട് നമ്മൾ മലത്തിലുണ്ടാകുന്ന ചേഞ്ചസ്, ആൾട്ടർനേറ്റീവ് ഡയറിയ ആൻഡ് കോൺസ്റ്റിപ്പേഷൻ. ചിലപ്പോൾ നമ്മളുടെ എപ്പോഴും മലബന്ധമായിരിക്കും, വിട്ടുമാറാത്ത മലബന്ധം. ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ വെറും വയറിളക്കം. ഇത് മാറി മാറി വരുന്ന അവസ്ഥ, മാറി മാറി ഡയറിയും കോൺസ്റ്റിപ്പേഷനൊക്കെ, മലബന്ധവും ചിലപ്പോൾ മലബന്ധം പോലെ തന്നെ ചിലപ്പോൾ വയറിളക്കം പോലെയുള്ള അവസ്ഥകളൊക്കെ കാണാറുണ്ട്. ഇപ്പോൾ ഇത്തരം മാറി വരുന്ന അവസ്ഥകളുണ്ടെങ്കിൽ അതും നമ്മളൊരു കൃത്യമായിട്ട് ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാരണമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. പിന്നീട് വയറിലുണ്ടാകുന്ന ഒരു ഫുൾനെസ് സെൻസേഷൻ, എപ്പോഴും വയറ് വീർത്ത് കെട്ടി നിൽക്കുന്ന അവസ്ഥ. നമ്മൾ വയറിലൊക്കെ ഒന്ന് തൊട്ട് നോക്കിയാൽ തന്നെ ഭയങ്കര കനം ഫീൽ ചെയ്യുന്നൊരവസ്ഥ. പല രോഗികളും പലപ്പോഴും പറയാറുണ്ട്, അടിവയറ്റിലൊക്കെ ഭയങ്കര കനാണ് ഡോക്ടറെ, അല്ലെങ്കിൽ എന്താണ് പ്രശ്നം എന്ന് അറിയില്ല എന്നുള്ളത്. അപ്പം അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് ഇതിനുമായിട്ട് ബന്ധപ്പെട്ട ടെസ്റ്റുകൾ നമ്മൾ ചെയ്യേണ്ടതാണ്. പിന്നീട് അതുപോലെ തന്നെ ആറാമതായിട്ടുള്ള ഒരു ലക്ഷണമാണ് നമുക്ക് ഛർദി എന്നുള്ളത്. ഇപ്പം കുറച്ച് ഭക്ഷണം കഴിക്കുമ്പോഴേക്കും ഭക്ഷണത്തോടുള്ളൊരു മടുപ്പ്, ഒരു ഭക്ഷണം വേണ്ടാത്തൊരവസ്ഥ, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുമ്പോഴേക്ക് ഛർദ്ദിക്കുക, ഓക്കാനം വരുന്നൊരവസ്ഥ, അല്ലെങ്കിൽ ഛർദ്ദിക്കുമ്പോൾ അതിലിടയ്ക്ക് ബ്ലഡിൻ്റെ ടിൻറ്റ്, അല്ലെങ്കിൽ ബ്ലഡായിട്ട് തന്നെ ഛർദ്ദിക്കുക. ഇത്തരം സാഹചര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വയറിൽ എന്തെങ്കിലും ക്യാൻസറിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ടാണോ, അല്ലെങ്കിൽ ലിവറിൻ്റെ ക്യാൻസറിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ടാണോ, ഇതുമായിട്ട് ബന്ധപ്പെട്ട ക്യാൻസർ ലക്ഷണങ്ങളാണോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. അതുപോലെ തന്നെ മലത്തിലുണ്ടാകുന്ന ബ്ലഡും ഛർദിയും ഇതിന് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട 3 മാർക്ക് ലക്ഷണങ്ങളാണ്. അപ്പോൾ അത് നമ്മൾ കൃത്യമായിട്ട് അങ്ങനെ ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ടൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യണം എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കുക. പിന്നീട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനമായിട്ടുള്ള ലക്ഷണമാണ് ഒരു വിളർച്ച എന്നുള്ളത്.
നമ്മൾ കാണുമ്പോൾ തന്നെ നമുക്ക് ശരീരത്തിലൊരു വിളർച്ച, ബ്ലഡ് ഇല്ലാത്തൊരവസ്ഥ എന്നുള്ളത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു ഹീമോഗ്ലോബിൻ പരിശോധിക്കുമ്പോൾ ഹീമോഗ്ലോബിൻ കുറഞ്ഞു വരുന്നുണ്ട്, രക്തം എങ്ങനെയായിട്ടും കൂടുന്നില്ല. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ നിന്ന് എവിടെയോ രക്തം നഷ്ടപ്പെടുന്നുണ്ട് നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെ നമ്മൾ ബ്ലഡൊന്നും കാണുന്നില്ല, മലത്തിലൊന്നും ബ്ലഡൊന്നും കാണുന്നില്ല, ഛർദ്ദിക്കുമ്പോഴൊന്നും ബ്ലഡൊന്നും ഇല്ല എങ്കിലും ചിലപ്പോൾ ബ്ലഡ് എവിടെയെങ്കിലും ചെറിയ രീതിയിൽ ലോസ് ആവാം. അങ്ങനെ എന്തെങ്കിലും അനീമിക്കായിട്ട് ഹീമോഗ്ലോബിൻ കുറയുന്നൊരവസ്ഥയുണ്ടെങ്കിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒന്നാണ്. അപ്പോൾ ഭക്ഷണത്തിലുണ്ടാകുന്ന മടുപ്പ്, ഛർദിയിലുണ്ടാകുന്ന ബ്ലഡിൻ്റെ പ്രശ്നങ്ങൾ, അതുപോലെ മലത്തിലുണ്ടാകുന്ന ബ്ലഡിൻ്റെ പ്രശ്നങ്ങൾ, അതുപോലെ വയറുവേദന, വയറിലൊരു കനം പോലെയുള്ള അവസ്ഥ, വയറൊരു അസ്വാഭാവികത, അതുപോലെ തന്നെ വയറ് ഇളക്കവും മലബന്ധവും മാറി മാറി വരുന്നൊരവസ്ഥ, മലത്തിലുണ്ടാകുന്ന ഷേപ്പിലുണ്ടാകുന്ന വ്യത്യാസങ്ങൾ, കളറിലെ വ്യത്യാസങ്ങൾ, കറുത്ത ബ്ലഡ് പോകുന്നൊരവസ്ഥ, ഇത്തരം കാര്യങ്ങളെല്ലാം നമ്മൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. ഇത്തരം ലക്ഷണങ്ങൾ കണ്ടാൽ നമ്മൾ നിർബന്ധമായിട്ടും ആദ്യം നമ്മളൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക. ചിലപ്പോൾ വയറിൻ്റെ ഒരു സ്കാനിങ് നമുക്ക് എടുക്കേണ്ടി വരും. അത് ഡോക്ടർ നിർദ്ദേശിക്കുന്നുണ്ടെങ്കിൽ സ്കാനിങ് എടുക്കുക. ഇനി സ്കാനിങ് അല്ല, ഒരു കൊളോണോസ്കോപ്പിയാണ് ഡോക്ടർ അഡ്വൈസ് ചെയ്യുന്നതെങ്കിൽ മലദ്വാരത്തിലൂടെയുള്ള ഒരു കൊളോണോസ്കോപ്പി നമുക്ക് ടെസ്റ്റുകൾ ചെയ്യേണ്ടി വരും. ചിലപ്പോൾ നമുക്ക് കുഴലിറക്കിയിട്ട് എൻഡോസ്കോപ്പി പോലെയുള്ള ടെസ്റ്റുകളാണ് ഡോക്ടർ അഡ്വൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ എൻഡോസ്കോപ്പി ചെയ്യേണ്ടി വരും. ചിലപ്പോൾ ചില ബ്ലഡ് ടെസ്റ്റുകളോ ട്യൂമർ മാർക്കേഴ്സ് ആയിട്ടുള്ള CEA പോലെ, AFP പോലെ, ആൽഫ ഫീറ്റോ പ്രോട്ടീൻ പോലെയുള്ള ബ്ലഡ് ടെസ്റ്റുകളോ CA-125 പോലെയുള്ള ടെസ്റ്റുകളൊക്കെ നമുക്ക് ചിലപ്പോൾ ഒരു ഡോക്ടർ നിർദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ ടെസ്റ്റുകൾ ചെയ്യേണ്ടി വരും എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ രക്തപരിശോധനയോടൊപ്പം തന്നെ നമുക്ക് ഈ എക്സ്റേയോ സ്കാനിങ്ങോ അല്ലെങ്കിൽ എൻഡോസ്കോപ്പിയോ കൊളോണോസ്കോപ്പിയോ ഇതൊക്കെയാണ് സാധാരണ വരുന്ന ടെസ്റ്റുകൾ. അപ്പോൾ ഓരോ ഭാഗത്ത് ബാധിക്കുന്നതും ഓരോ ലക്ഷണങ്ങൾക്കനുസരിച്ചും വ്യത്യസ്ത ടെസ്റ്റുകളായിരിക്കും ഒരു ഡോക്ടർ അഡ്വൈസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു സ്വയം ചികിത്സ എടുക്കാതെ കുറേ ദിവസം നമ്മളത് വെച്ച് നീണ്ട് കൊണ്ട് നടക്കാതെ അത് നമ്മളൊരു ഡോക്ടറുടെ കൺസൾട്ടേഷൻ എടുത്തിട്ട് ഇതിൽ ഏത് ടെസ്റ്റാണ് ഞാൻ ചെയ്യേണ്ടത്, അല്ല ഇതിൽ എന്ത് അസുഖം, ഏതൊരു അസുഖം ഡിറ്റക്ട് ചെയ്യണമെങ്കിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കൃത്യമായിട്ട് ഒരു ഇൻവെസ്റ്റിഗേഷന് വിധേയമാവുക. പിന്നീട് നമ്മളതിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെടേണ്ടതും ഏറ്റവും കെയർ എടുക്കേണ്ടതുമായിട്ടുള്ള ആളുകൾ ആരെയാണ് എന്നുള്ളൊരു ചോദ്യമുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനം 40 വയസ്സിന് മുകളിലുള്ള പുരുഷന്മാർ, സ്ത്രീകളൊക്കെ ഇത്തരം ക്യാൻസർ വരാനുള്ള സാഹചര്യം വളരെയധികം കൂടുതലുണ്ട്. കോളോറെക്ടൽ ക്യാൻസർ 40 ഏജിന് മുകളിലുള്ള ആളുകൾ വളരെ കൂടുതലാണ്. അപ്പം 40 വയസ്സിന് മുകളിലുള്ള ആളുകൾ ഇത്തരം ലക്ഷണങ്ങളൊക്കെ കാണുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക. പിന്നീട് നമ്മൾ ഫാമിലി ഹിസ്റ്ററിയിൽ, നമ്മുടെ കുടുംബ പാരമ്പര്യത്തിൽ ആർക്കെങ്കിലും വയറിൻ്റെ ക്യാൻസറോ അല്ലെങ്കിൽ ക്യാൻസറുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഹിസ്റ്ററി ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ആളുകളാണെങ്കിലും ഇത്തരം ടെസ്റ്റുകൾ നമ്മൾ നിർബന്ധമായിട്ടും ചെയ്യേണ്ടതാണ്. പിന്നീട് അതുപോലെ തന്നെ ഭക്ഷണക്രമത്തിൽ തീരെ ഒരു ശ്രദ്ധയില്ലാതെ മുന്നോട്ട് പോകുന്ന ആളുകൾ, തീരെ ഒരു ശ്രദ്ധയില്ലാതെ പലതും വാങ്ങി കഴിക്കുന്ന ആളുകൾ, പല സ്ഥലങ്ങളിൽ നിന്നും പുറത്തുനിന്നും ഒക്കെ അമിതമായിട്ട് ആഹരിക്കുന്ന ആളുകൾ, ഭക്ഷണശീലങ്ങളിൽ ഒരു ചിട്ടയില്ലാത്ത ആളുകൾ, വ്യായാമമില്ലാത്ത ആളുകൾ, ഇവർക്കൊക്കെ ഇത്തരം അസുഖങ്ങൾ വളരെ പെട്ടെന്ന് പിടികൂടാനുള്ള സാഹചര്യം ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ ഈ ലക്ഷണങ്ങളെല്ലാം ഞാൻ പറഞ്ഞത് ഇത് നമ്മൾ മനസ്സിലാക്കുകയും ഈ ലക്ഷണം മനസ്സിലാക്കി ഇങ്ങനെ നമ്മൾ നേരത്തെ നമ്മളിത് കാണുന്നുണ്ടെങ്കിൽ അതിനെ തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ വേഗം അതിനുള്ള ഇൻവെസ്റ്റിഗേഷൻസും ടെസ്റ്റുകളും ചെയ്തിട്ട് ഈ രോഗമുണ്ടോ ഇല്ലയോ എന്നുള്ളത് കൺഫേം ആക്കുക എന്നുള്ളതാണ്. അത് വെച്ചിട്ട് നമ്മൾ അനാവശ്യ ഭീതിയിലേക്ക് പോകേണ്ട കാര്യമില്ല. പല ആളുകളും ഈ ടെസ്റ്റുകൾ പറയുമ്പോഴേക്ക് എനിക്ക് ക്യാൻസർ ആണെന്ന് ഓൾറെഡി അവർ മനസ്സുകൊണ്ട് തന്നെ ഡിറ്റക്ട് ചെയ്ത്, ചിലപ്പോൾ ക്യാൻസറിൻ്റെ ഒന്നും പ്രശ്നങ്ങൾ ഉണ്ടാവില്ല, ഗ്യാസ്ട്രിക് ഇഷ്യൂസോ വയറിലെ ദഹന പ്രശ്നങ്ങളൊക്കെ ആയിരിക്കാം. പക്ഷേ ഇതാദ്യം തന്നെ നമ്മൾ മുൻധാരണ വെച്ച് ക്യാൻസർ ആണെന്ന് വിചാരിച്ചിട്ട് ട്രീറ്റ് ചെയ്യാതിരിക്കുകയോ അല്ലെങ്കിൽ മടിച്ചിട്ട് പോകാതിരിക്കുകയോ പേടിച്ചിട്ട് ഇതിൻ്റെ ഇൻവെസ്റ്റിഗേഷനെ ഭയപ്പെട്ടിട്ട് മുന്നോട്ട് പോകാതിരിക്കുന്ന നമ്മുടെ പല സുഹൃത്തുക്കളെയും കാണാറുണ്ട്. അപ്പം പ്രത്യേകിച്ച് അത് ഒരു ഭയപ്പെടേണ്ട ആവശ്യമില്ല. നേരത്തെ കണ്ടെത്തുകയാണെങ്കിൽ പല ക്യാൻസറുകളും വളരെ വേഗത്തിൽ തന്നെ സർജറി ചെയ്യാൻ പറ്റുന്നതാണ് സർജറി ചെയ്യുക, അല്ലെങ്കിൽ മരുന്ന് കഴിക്കാൻ പറ്റുന്നതാണെങ്കിൽ മരുന്ന് കഴിക്കാവുന്ന സാഹചര്യത്തിൽ തുടക്കത്തിൽ തന്നെയാണെങ്കിൽ നമുക്കതൊക്കെ പറ്റും. പക്ഷെ അത് കൂടുതൽ മൂർച്ഛിക്കുകയും ഒരു നമ്മുടെ വയറിലുണ്ടാകുന്ന ക്യാൻസർ ചിലപ്പോൾ ലിവറിലേക്കോ നമ്മുടെ വെർട്ടിബ്ര, നമ്മുടെ നട്ടലിലേക്കോ ഒക്കെ ബാധിച്ചു കഴിഞ്ഞാൽ പിന്നീട് അതിന് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പരിമിതികളുണ്ടാവും. അപ്പം അതുകൊണ്ട് തന്നെ എത്രയും നേരത്തെ നമുക്കത് കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. പിന്നെ അതേപോലെ തന്നെ മലാശയത്തിലുള്ള ക്യാൻസറൊക്കെ നമുക്ക് പെട്ടെന്ന് കണ്ടെത്തുകയാണെങ്കിൽ തന്നെ അതിൻ്റെ ട്രീറ്റ്മെൻറ്റുകൾ നമുക്ക് വളരെ വൃത്തിയായിട്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളത് നമ്മുടെ സുഹൃത്തുക്കൾ മനസ്സിലാക്കുക. അപ്പോൾ അതുകൊണ്ട് ക്യാൻസറിനെ ഭയപ്പെടുകയല്ല, അല്ലെങ്കിൽ ചികിത്സയെയോ അതിൻ്റെ ഇൻവെസ്റ്റിഗേഷനെയോ ഭയപ്പെടുകയല്ല, ധൈര്യമായിട്ട് അതിൻ്റെ കാര്യങ്ങൾ കണ്ടെത്തിക്കൊണ്ട് കൃത്യമായിട്ടുള്ളൊരു ചികിത്സ സ്വീകരിക്കുക എന്നുള്ളതാണ് ഈ എൻ്റെ വീഡിയോ കാണുന്ന എൻ്റെ സുഹൃത്തുക്കൾ ശ്രദ്ധിക്കേണ്ടത്. വളരെ പ്രധാനപ്പെട്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇൻഫർമേഷനാണിത്. നിങ്ങളുടെ സുഹൃത്തുക്കളുമായിട്ട് നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പിലേക്കൊക്കെ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾ ഷെയർ ചെയ്യുക. ഇതുമായി ബന്ധപ്പെട്ട ക്യാൻസറുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കണക്ട് ചെയ്യാവുന്നതാണ്, വാട്സപ്പ് ചെയ്യാവുന്നതാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇതോടൊപ്പം തന്നെ നമ്മുടെ ജീവിതശൈലിയും കാര്യങ്ങളും കൃത്യമായിട്ട് സ്മോക്കിംഗ് ഉള്ള ആളുകളുണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്യുക. അതുപോലെ തന്നെ ആൽക്കഹോൾ ഉപയോഗിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവോയ്ഡ് ചെയ്യുക. ഇത്തരം
ദുശ്ശീലങ്ങളെല്ലാം നമ്മളെ കാര്യമായിട്ട് ഇത്തരം ക്യാൻസറിലേക്ക് വളരെ എളുപ്പത്തിൽ അടുപ്പിക്കും എന്നുള്ളത് നമ്മൾ അറിഞ്ഞുകൊണ്ട് ഈ വിഷയങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളുമായി പങ്കുവെക്കുക. ഈ വിവരങ്ങൾ ഞാൻ നിങ്ങളുമായി പങ്കുവച്ചത് ഡോക്ടർ മുഹമ്മദ് അസ്ലം. നന്ദി, നമസ്കാരം.